ഇതാണോ സംഘപരിവാറിന്റെ നാരീ സ്നേഹം? സഹപ്രവർത്തകയ്ക്ക് ഇക്കിളി സന്ദേശം അയച്ചതിന് പുറത്താക്കപ്പെട്ടവൻ വീണ്ടും ചാനൽ തലപ്പത്ത്. എട്ടുകാലി മമ്മൂഞ്ഞാകാൻ മുൻ ചീഫ് എഡിറ്റർ GK സുരേഷ് ബാബു വീണ്ടും ജനം ടിവിയിൽ മകളുടെ പ്രായമുള്ള സബ് എഡിറ്റർക്ക് വാട്സപ്പിൽ ഇക്കിളി സന്ദേശങ്ങൾ അയച്ചതിന് സഹപ്രവർത്തകർ തല്ലുമെന്ന അവസ്ഥയായപ്പോൾ സംഘപരിവാറിന് കൈയൊഴിയേണ്ടി വന്ന ചീഫ് എഡിറ്ററാണ് സുരേഷ് ബാബു. ജനം ടിവിയുടെ ഭൂരിപക്ഷം ഡയറക്ടർമാരും നിക്ഷേപകരും സുരേഷ് ബാബുവിനെ പുറത്താക്കാൻ ഒറ്റക്കെട്ടായി നിന്നു. അങ്ങനെയാണ് വാട്സപ്പിലൂടെ നിരന്തരം ഇക്കിളി സന്ദേശങ്ങൾ അയച്ച് പിടിക്കപ്പെട്ട സുരേഷ് ബാബു ജനം ടിവിയുടെ പടിയിറങ്ങുന്നത്. വനിതാ സബ് എഡിറ്റർക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക മാത്രമായിരുന്നില്ല, പല ചാനൽ ഫ്ലോറുകളും മാറി മാറി ഇറങ്ങി ജനം ടിവിയിൽ അഭയം തേടിയ വനിതാ മാധ്യമ പ്രവർത്തകയുമായി സുരേഷ് ബാബുവിന് വഴിവിട്ട ബന്ധം ഉണ്ട് എന്നത് ചാനലിനകത്തും പുറത്തും പാട്ടായിരുന്നു. ഇത് ശരിവയ്ക്കുന്ന രീതിയിൽ അവരുടെ കയ്യിലെ കളിപ്പാവയായി സുരേഷ് ബാബു മാറിയിരുന്നത് മറ്റ് ജീവനക്കാർക്കിടയിൽ അസ്വസ്ഥതകൾക്കിടയാക്കിയിരുന്നു. ഇക്കാലത്താണ് സംഘപരിവാർ ജനം ടിവിയിൽ നിന്ന് റിട്ടയർമെന്റ് പ്രായമായി എന്ന് പറഞ്ഞ് സുരേഷ് ബാബുവിനെ പുറത്താക്കിയത്. അന്നു മുതൽ തിരികെ കയറാൻ ചരട് വലിച്ചിരുന്ന ഇയാൾ ചെങ്കൽ രാജശേഖരൻ നായർ MD ആയതോടെ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് അത് സാധ്യമാക്കിയിരിക്കുന്നു. ജനം ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറായി ചെങ്കൽ രാജശേഖരൻ നായർ വന്നത് ജീവനക്കാർക്കും ഡയറക്ടർമാർക്കും നിക്ഷേപകർക്കും നവ ഉന്മേഷമാണ് നൽകിയത്. എന്നാൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നതുപോലെ ചെങ്കൽ രാജശേഖരൻ വനിതാ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറുകയും കുത്തിത്തിരിപ്പിലൂടെ ജീവനക്കാരിൽ വിഭാഗീയത സൃഷ്ടിക്കുകയും ചെയ്ത സുരേഷ് ബാബുവിനെ തൻ്റെ സ്റ്റാഫാക്കി വീണ്ടും ജനം ടിവിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ചാനലിന്റെ അല്ല, ചെങ്കലിന്റെ ശമ്പളം പറ്റുന്നവനായിട്ടാണ് സുരേഷ് ബാബു തിരിച്ചു വന്നിരിക്കുന്നത് എന്നതിനാൽ അയാൾ പൂർണ്ണമായും MDയോട് മാത്രം കടപ്പെട്ടിരിക്കും. ജീവനക്കാരെയും ഡയറക്ടർ ബോർഡിനെയും നിക്ഷേപകരെയും മൈൻഡ് ചെയ്യേണ്ടതില്ല. ജനം ടിവിയുടെ ദൈനംദിന നടത്തിപ്പ് ചുമതലയാണ് സുരേഷ് ബാബുവിൽ നിക്ഷിപ്തമെങ്കിലും കാലെടുത്തു വച്ചതും അയാൾ എഡിറ്റോറിയലടക്കം കൈവച്ചിരിക്കുകയാണ്. ശബരിമല മകരവിളക്കും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയും ജനം ടിവിക്ക് സ്വാഭാവികമായി ഉണ്ടാക്കുന്ന മുന്നേറ്റത്തെ തൻ്റെ പേരിലാക്കുകയാണ് സുരേഷ് ബാബുവിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതായത് അഭിനവ എട്ടുകാലി മമ്മൂഞ്ഞാവുക. നിർഭാഗ്യവശാൽ ഇയാൾ കാലെടുത്ത് കുത്തിയത് ചാനലിന് അപശകുനമായി. മകരവിളക്ക് തത്സമയ സംപ്രേക്ഷണത്തിനിടയിൽ ജ്യോതി ഉദിച്ചുയർന്നത് കാണിക്കാനാവാതിരുന്നത് ജനം ടിവിയുടെ സ്ഥിരം പ്രേക്ഷകരെ നിരാശയിലാക്കിയിട്ടുണ്ട്. സുരേഷ് ബാബു ചാനലിൽ തിരിച്ചു വന്ന ദിവസമാണ് ഈ അനിഷ്ട സംഭവം ഉണ്ടായതെന്നത് കൂട്ടി വായിക്കുമ്പോൾ വരാനിരിക്കുന്ന പല ദുരന്തങ്ങളുടെയും നാന്തി കുറിക്കലായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. സുരേഷ് ബാബുവിൻ്റെ ജനം TV തിരുവനന്തപുരം സ്റ്റുഡിയോയിലെ സാന്നിധ്യം വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇയാളുടെ മാനസിക പീഡനം സഹിക്കവയ്യാതെ ഒരു വനിതാ സബ് എഡിറ്റർ സംസ്ഥാന വനിതാ കമ്മീഷനിൽ നൽകിയ പരാതി ഇപ്പോഴും കമ്മീഷന്റെ പരിഗണനയിലുണ്ട്. പലരും സംഘപരിവാർ നേതൃത്വത്തിനെതിരെ പോലും രംഗത്ത് വരുന്നു. നേതൃത്വ ഗുണം ഒട്ടുമില്ലാതെ സ്വാർത്ഥ താല്പര്യവും സ്വജനപക്ഷപാതവും കൈമുതലാക്കിയ ആളെ എന്തിനാണ് തങ്ങളുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നതെന്ന ചോദ്യമാണ് വനിതാ മാധ്യമ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഗ്രാഫിക്സിലടക്കം മാറ്റം വരുത്തി അയോധ്യ പ്രാണപ്രതിഷ്ഠ തത്സമയ സംപ്രേക്ഷണം ഗംഭീരമാക്കാൻ തയ്യാറെടുക്കുന്ന ജനം ടിവിയിൽ ചുളുവിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കാനാണ് സുരേഷ് ബാബു ഇപ്പോൾ ശ്രമിക്കുന്നത്. ജനം ടിവിയിലെ സംഘപരിവാർ ബന്ധമുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരെ തൻ്റെ ചേരിയിൽ നിർത്തി കാലുറപ്പിക്കാൻ സുരേഷ് ബാബു ശ്രമങ്ങൾ നടത്തുമ്പോൾ ജനം ടിവിയിലെ ജീവനക്കാരും പണം മുടക്കി നിക്ഷേപകരും ഡയറക്ടർമാരും ഒരേപോലെ അസ്വസ്ഥരാണ്. US കൃഷ്ണകുമാർ എന്ന മുൻ MDയുടെ കരങ്ങളാണ് സുരേഷ് ബാബുവിൻ്റെ തിരിച്ചുവരവിന് പിന്നിലെന്നാണ് ഡയറക്ടർമാരിൽ ബഹുഭൂരിപക്ഷവും ആരോപിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കപ്പെട്ടതിനെ തുടർന്നാണ് US കൃഷ്ണകുമാറിന് ജനം ടിവിയുടെ MD സ്ഥാനം നഷ്ടമായത്. എന്നാൽ അദ്ദേഹം പിൻസീറ്റ് ഡ്രൈവിങ്ങിനായി സുരേഷ് ബാബുവിനെ വീണ്ടും ജനം ടിവിയിൽ എത്തിച്ചെന്നാണ് അണിയറയിലെ സംസാരം. ഡയറക്ടർ ബോർഡിലുള്ളവരും നിക്ഷേപകരും മുതിർന്ന RSS പ്രചാരകന്മാരെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ചെങ്കൽ രാജശേഖരൻ്റെയും US കൃഷ്ണകുമാറിൻ്റെയും കുരുട്ടുബുദ്ധിക്ക് മുമ്പിൽ
സംഘപരിവാർ നേതാക്കന്മാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. സുരേഷ് ബാബുവിന്റെ വരവോടുകൂടി അസ്വസ്ഥമായ ജനം TV അയോധ്യ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞാൽ കൂപ്പുകുത്താനാണ് സാധ്യത. ശബരിമല പ്രക്ഷോഭകാലത്ത് ജനം TVയുടെ കരുത്തായിരുന്ന മാധ്യമപ്രവർത്തകരിൽ വലിയൊരു വിഭാഗം സുരേഷ് ബാബുവുമായുള്ള വിയോജിപ്പിൽ നേരത്തെ തന്നെ ജനം TVയിൽ നിന്ന് പുറത്തുപോയിരുന്നു. ഫെബ്രുവരിയോടുകൂടി ഇനിയും ശക്തമായ കൊഴിഞ്ഞുപോക്ക് ജനം TVയിൽ ഉണ്ടായേക്കും. ചെങ്കൽ രാജശേഖരന്റെ പാർലമെന്ററി രാഷ്ട്രീയ മോഹം പൂവിടാൻ സഹായിക്കാമെന്ന സുരേഷ് ബാബുവിന്റെ വാഗ്ദാനവും അയാളുടെ തിരിച്ചുവരവ് അനായാസമാക്കിയെന്നാണ് അടക്കിപ്പിടിച്ച സംസാരം. നേരത്തെ ജനം TVയിൽ CEO ആയിരുന്ന വിപിനെ സുരേഷ് ബാബു കൂടെ നിർത്തിയത് രാജ്യസഭയിലെത്തിക്കാമെന്ന ഉറപ്പ് നൽകിയാണ്. പിന്നീട് അയാൾ ചാനലിൽ നിക്ഷേപിച്ച പണം തിരിച്ചു വാങ്ങി വിദേശത്തേക്ക് പോവുകയായിരുന്നു. ചെങ്കൽ രാജശേഖരനും സുരേഷ് ബാബുവിനെ തീറ്റിപ്പോറ്റാൻ ചെലവഴിക്കുന്ന പണം വ്യർത്ഥമാകുമെന്നതിൽ സംശയമില്ല. നടൻ പൃഥ്വിരാജിനെതിരെയുള്ള അങ്ങേയറ്റം മോശം പരാമർശത്തിലൂടെയും കോവിഡിന് മരുന്ന് കണ്ടെത്തിയെന്ന തെറ്റായ വാർത്ത നൽകിയതും തിരുവനന്തപുരത്തെ ഒരു കോളേജിലെ വിദ്യാർത്ഥികൾ IS ആഭിമുഖ്യം പ്രകടിപ്പിച്ചെന്ന് ദുർവ്യാഖ്യാനിച്ചും മറ്റും ഇതിനകം കുപ്രസിദ്ധി നേടിയ ഒരു മാധ്യമപ്രവർത്തകനെ സർവീസിൽ നിന്നും വിരമിച്ചിട്ടും വീണ്ടും കെട്ടിയിറക്കിയിരിക്കുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കാനല്ലാതെ മറ്റെന്തിനാണ്? ഇക്കാര്യത്തിൽ സംഘത്തിന്റെ മൗനമാണ് ജനം TVയുടെ അഭ്യുദയകാംക്ഷികളെ അത്ഭുതപ്പെടുത്തുന്നത്.